ഡൽഹിയിൽ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചാലും ശരി നോമ്പ് തുറക്കാനായിട്ട് ഞങ്ങൾ ജമാ മസ്ജിദിൽ പോകുന്നു. ഒരുപാട് പേർക്ക് വാക്ക് കൊടുത്തിട്ടാണ് തലേ ദിവസം ഞങ്ങൾ കിടന്നുറങ്ങിയത് തന്നെ. വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അറിയാം ഞങ്ങൾ എവിടെ പോയാലും ലേറ്റ് ആയിട്ടായിരിക്കും എത്താന്നുള്ളത്. ജമാ മസ്ജിദിലെ നോമ്പ് കയറാൻ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നമ്മൾ കുറച്ച് നേരം ലേറ്റ് ആയി നിന്നാൽ അത് ഭയങ്കര ഷോക്കായിരിക്കും. അതുകൊണ്ടാണ് എല്ലാവരും നമ്മളടുത്ത് കറക്റ്റ് സമയത്ത് എത്താൻ പറഞ്ഞത്. ലേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് നമ്മൾ ക്യാബ് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തലേ ദിവസം യൂസ് ചെയ്ത ബ്ലൂ സ്മാർട്ട് ആപ്പ് ത്രൂ തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് ചെറുതായിട്ട് തെറ്റി പറ്റിപ്പോയി. വേറെ ഒന്നുമല്ല, അറൈവൽ ടൈം നമ്മൾ നോമ്പ് തുറക്കണമായിട്ട് ഓൾമോസ്റ്റ് 1.25 മണിക്കൂർ മുമ്പാണ് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലത്തെ വൃത്തികെട്ട ട്രാഫിക് കാരണം നമ്മൾ പള്ളിയിലെത്താൻ ചെറുതായിട്ട് ലേറ്റ് ആയി. നമ്മൾ റിക്ഷ എടുത്ത് എന്റെ മോനെ 20 രൂപയുള്ളൂ അല്ലേ? ഇന്നലെ 40 രൂപയായിരുന്നു, അതിപ്പോ 20 രൂപയായി. ഒരാൾക്കാർക്ക് വരുന്നത്. ഓക്കെ, ഓ എല്ലാവരും നല്ല ധൃതി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പോലെ ഒരുപാട് ലേറ്റ് കമ്മേഴ്സിന്റെ പൈസ എന്തോ ഭാഗ്യത്തിന് ബാങ്ക് കൊടുത്തിട്ടില്ല. ഒരു 5 മിനിറ്റ് ബാക്കിയുണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് ഇത്ര തിരക്ക്. എന്റെ മോനെ എന്ത് പടച്ച പോണ ആൾക്കാര്. ഓക്കെ, നോമ്പ് തുറക്കാൻ വേണ്ടിട്ടുള്ള തിരക്കാണിത്. അല്ലാ, ജമാ മസ്ജിദിൽ മുട്ടാൻ പറ്റില്ലല്ലോ പൈസ. എന്തെങ്കിലും എടുത്തിട്ട് ഒരു വെള്ളം കുപ്പി മേടിക്കാം, വേറെ ഒന്നും മേടിക്കാനുള്ള സമയമില്ലെന്ന് തോന്നുന്നു. നാടാ ഇവിടം വരെ ഉള്ളോടാ, ഇവിടം വരെ ഉള്ളോ. അയ്യോ, വാ വാ പോവാ പോവാ പോവാ. പൈസ കൊടുത്താ 20 രൂപ മേടിക്കണല്ലോ കേട്ടോ ഇയാള്. ഓക്കെ ബൈ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തെങ്കിലും മേടിക്കാം. വാ ഭയ്യാ, ഹലോ, വാ വാ വാ. അയ്യോ, ഇവിടെ വേറെ ഒരു ഇഫ്താർ ഫംഗ്ഷൻ ഉണ്ട്. ഇന്നലെ നമ്മള് വീട്ടിലാക്കി തന്നാണ്. വായോ, ഇവിടുന്ന് നമ്മള് ഇഫ്താർ കൂടാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്കാന്ന് തോന്നണം കേട്ടോ. എന്റെ മോനി എന്തോരാൾക്കാരാ. എളുപ്പല്ല എളുപ്പല്ല. ഇന്നലെ മേടിച്ചിട്ട് പോകണം പള്ളിയിലേക്കായിട്ട്. പക്ഷെ പള്ളിയുടെ ഗേറ്റ് തുറന്നുണ്ടോ ഇല്ലേ നമുക്ക് അറിയില്ലല്ലോ. ഒരു കുപ്പി മേടിച്ചോ? ഒരു കുപ്പിക്ക് എത്ര? QR കോഡ്. പള്ളിയുടെ മുമ്പിലുള്ള തിരക്കാണ് കേട്ടോ. ഓക്കെ, എന്തോരാൾക്കാരാ പടച്ചോനെ, എന്തോരാൾക്കാരാ. വാ, ഫ്രൂട്ട്സിന് എത്ര പൈസ? 50 രൂപ. ഓക്കെ ഓക്കെ, ഫ്രൂട്ട്സും മേടിച്ചു. ഇനി ആ ഡീലിരിക്കാനുള്ള തുണി മേടിക്കണ്ടേ? തുണി എവിടെ നിന്ന് മേടിക്കാൻ കേട്ടോ? തുണിയിലാണ്ട് കയറാൻ പറ്റുമോ? വായ് വായ് വായ്. എന്റെ മോനി ഗംഭീര ബിസിനസ്സാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാ, ഇതൊക്കെ എന്ത് വെള്ളമോ പടച്ചോനെ. ഓക്കെ, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ബിസിനസ് ചെയ്യണതാണ്. ഒരു ദിവസം ചേഞ്ച് കിട്ടി. യെസ് ഗൈസ്, അതിനവസാനം നമുക്ക് തുണിയും കിട്ടിയൊക്കെയാണ് അടിയിൽ വിരിക്കാനുള്ള. എന്തോരം ആൾക്കാർ ഇവിടെ. പടച്ചോനെ, പടക്കം പൊട്ടിയാലോ. ബാങ്ക് കൊടുക്കണാട്ടി മുമ്പ് പടക്കം പൊട്ടി. കയറിക്കോ, നടന്നു. ഡൽഹി ജുമാ മസ്ജിദ് അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണിത്. പണ്ട് മുഗൾ രാജാക്കന്മാരുടെ സമയത്ത് പണിതിട്ടുള്ള പള്ളിയാണിത്. ഈ പള്ളി പണിയാനായിട്ട് തന്നെ ഓൾമോസ്റ്റ് 5000 വർക്കേഴ്സ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണ്. അതുപോലെ തന്നെ 1944 ഈ പള്ളി ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രമായിട്ട് എന്തോരം ജനങ്ങളാലേ ഈ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരക്ക് കാണുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇതിൽ മുസ്ലിംസ് മാത്രമാണ് ഉണ്ടാവാന്നുള്ളത്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മതത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇതൊരു പ്രത്യേക കൾച്ചർ, ഒരു പ്രത്യേക ഫെസ്റ്റിവൽ ആണെന്ന് തോന്നുന്നത്. റമദാൻ ടൈമിൽ ഡൽഹി ജമാ മസ്ജിദ് ഒരു പ്രത്യേക വികാരമാണ്. മെയിൻ ആയിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ കാണുന്ന റഷ് തന്നെയാണ്. നമ്മൾ എത്രയും നേരത്തെ വരുന്നു അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ല സ്ഥലത്തൊക്കെ പോയി സുഖമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സാധാരണ പള്ളിയിൽ പോകുമ്പോൾ നോമ്പ് തുറക്കാൻ പള്ളിയിലത്തെ ആൾക്കാരാണ് തരാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ പുറത്തുനിന്ന് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം മേടിച്ചിട്ട് അടിയിൽ വിരിക്കേണ്ട മാറ്റ് വരെ മേടിച്ചിട്ട് മാത്രമാണ് നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റിയില്ല. കാരണം അത്ര തിരക്കാണ്. ഞങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കുറ്റം പറയാനുള്ളൂ, വേറെ ഒന്നുമല്ല. ഒരുപാട് പേര് ഞങ്ങളടുത്ത് പറഞ്ഞാണ് കറക്റ്റ് ടൈമിൽ പോയില്ലെങ്കിൽ ഇതൊക്കെ അനുഭവിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ലേറ്റായി ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ എത്രയൊക്കെ ലേറ്റ് ആയാലും നിന്ന് കഴിക്കേണ്ടി വന്നാലും ജമാ മസ്ജിദിലെ നോമ്പ് തുറ ഒരു പ്രത്യേക ഫീലാണ്. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഞാൻ
ഇത്ര അധികം ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് നോമ്പ് തുറക്കണത് അതൊരു പ്രത്യേക ഫീലാണ്. അതുമാത്രമല്ല, സാധാരണ നമ്മളൊരു പള്ളിയിൽ നോമ്പ് തുറക്കണത് ബാങ്ക് കേട്ടിട്ടാവില്ലേ, എന്നാൽ ഇവിടെ ബാങ്ക് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല, കാരണം അത്ര അധികം ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കണാട്ടി മുമ്പായിട്ട് അവിടെ ചെറുതായിട്ട് ഒരു പടക്കമോ ബോംബോ എന്തോ പൊട്ടണ, നമ്മൾ 3 പ്രാവശ്യം പൊട്ടണ സൗണ്ട് കേൾക്കും. അപ്പോഴാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും നോമ്പ് തുറക്കുന്നത്. പിന്നെ അങ്ങ് നേരെ പോയിട്ട് ഫുഡ് സ്ട്രീറ്റിൽ കാണാം. നമ്മൾ തലേ ദിവസം കുറച്ച് ഫുഡ് സ്പോട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പോയിണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങളൊരു തിരക്ക് കണ്ടില്ലേ, ഈ തിരക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര തിരക്കാണ്. എന്നാൽ അങ്ങനെയല്ല, ഇത് ഇവിടുത്തെ മിനിമം ക്രൗഡാണ്. ഇനി ക്രൗഡ് കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. ക്രൗഡ് കൂടണങ്ങാട്ടി മുമ്പ് തന്നെ നമ്മൾ ഇന്നലെ മിസ് ചെയ്ത ഫുഡ് സ്പോട്ട് ഫുള്ള് ട്രൈ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഇപ്പൊ തന്നെ ഞങ്ങൾ നേരെ ഫുഡ് സ്ട്രീറ്റിൽ വന്നത്. ഞങ്ങൾ ആദ്യം പോയത് അസ്ലം ബട്ടർ ചിക്കൻ ആണ്. എനിക്ക് തോന്നുന്നത് ഈ ഫുഡ് സ്ട്രീറ്റിലെ ഒരു മെയിൻ പോയിന്റിൽ ഒന്നാണ് ഈ അസ്ലം ബട്ടർ ചിക്കൻ ലൊക്കേറ്റ് ചെയ്യണത്. കാരണം ഇവിടൊക്കെയാണ് ഒരുപാട് തിരക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ്, ഒരുപാട് ഫുഡീസ്, ഒരുപാട് വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാലമായിട്ട് എൻ്റെ ആഗ്രഹമാണ് ഈ ഒരു ഐറ്റം കഴിക്കണം എന്നുള്ളത്. കുറേ നേരം, ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ നമുക്ക് സീറ്റിനെ കിട്ടിയത്. ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും വെയിറ്റ് ചെയ്ത് ഇത്രയും ഇടി ഉണ്ടാക്കി ഇത്രയും ക്യൂല് നിന്നോട്ടും ഒരു ഫുഡ് സ്പോട്ടിൽ കയറിയിട്ടില്ല. എന്തോരം ആൾക്കാരല്ല ഇവിടെ വരണം. ഇവിടെ ഒരു ദിവസം എത്ര ലക്ഷത്തിന്റെ ബിസിനസ് നടക്കണത്, ഒരു രക്ഷയില്ലാട്ടാ. യെസ്, ഒരു രക്ഷയില്ല. എങ്ങനെയാണ് ഇവർ ഈ ക്രൗഡ് മാനേജ് ചെയ്യണത്? നമ്മളോടത്ത് ബട്ടർ ചിക്കൻ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫേമസ് ഫുഡ് സ്പോട്ടാണ്, എല്ലാവർക്കും അറിയാം അസ്ലം ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത്. ഭയങ്കര തിരക്കാണ്. പുറത്തൊക്കെ ഇടിയാണ്. ഇവിടെ ഇതിനുള്ളിൽ കയറാൻ വേണ്ടി ഇടിയാണ്. അത്യാവശ്യം നല്ല ഇന്റീരിയർ ആണ്, അതിനൊന്നും യാതൊരു സീനില്ല. നമുക്ക് ഇവിടുത്തെ ഫുഡ് എങ്ങനെ നോക്കി, ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഫുഡ് കോളായി കഴിഞ്ഞാലാണ് പ്രശ്നം. ഫുഡ് എങ്ങനെയായിട്ട് നോക്കി നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞതിന് കാര്യമല്ലോ. കാരണം ഫുഡ് സ്പോട്ടിന്റെ പേര് പോലെ തന്നെ ഇവിടുത്തെ ബട്ടർ ചിക്കൻ ആണ്, അസ്ലം സ്പെഷ്യൽ ബട്ടർ ചിക്കൻ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് നമ്മളിത് കഴിച്ചത്. ഒരുപാട് നേരം ഇടി ഉണ്ടാക്കി, ഒരുപാട് ക്യൂ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട്, പക്ഷെ ഇതിന് ഇത്ര മാത്രം സംഭവമാണോ? എനിക്കിതൊരു വലിയൊരു സംഭവം, വലിയ സംഭവമല്ല, ഒന്നും തോന്നിയില്ല. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടേക്ക് വന്നതെന്ന് പോലും ഞാൻ ഒന്ന് ആലോചിച്ചു പോയി. അശ്യോ, എന്തോരം വീഡിയോസിൽ ആൾക്കാർ നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ട് വന്നതാ. പക്ഷെ ഒരു കാര്യമില്ല ഗൈസ്, വെറുതെ വരാം. ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം, ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കാനുണ്ടെന്ന് പറയില്ല, അതുപോലും ഇല്ല. ഭയങ്കര ശോകം, ഭയങ്കര വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ടർ ചിക്കൻ്റെ കൂടെ ഈ ഒരു മിൻ ചട്നിയും സവാളയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കഴിക്കാനുണ്ട്. ഇത് വെറുതെ കഴിക്കാനാണെങ്കിൽ ജമാ മസ്ജിദിലേക്ക് വരണത് വേസ്റ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒന്നിനും കൊള്ളാത്തൊരു സംഭവമാണിത്. പക്ഷേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 1950 അസ്ലം ബട്ടർ ചിക്കൻ ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 70 കൊല്ലത്തിന് മുകളിലായി ഈ ഒരു സ്ഥാപനം ഡൽഹിയിൽ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 4 ഫ്ലോറെങ്കിലും ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഈ ഒരു ഫുഡ് സ്ട്രീറ്റിൽ ഏറ്റവും കൂടുതൽ വൃത്തി തോന്നിയ ഒരു ഫുഡ് സ്പോട്ടിൽ ഒന്നാണ് അസ്ലം ബട്ടർ ചിക്കൻ. നമ്മുടെ അടുത്ത ഫുഡ് സ്പോട്ടിന് ചില പ്രത്യേകത ഉണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഈ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടാവും. കാരണം അങ്ങനെയാണ് പുള്ളിയെ ആൾക്കാർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഇവിടെ വെറുതെ വന്ന് ഇരിക്കുന്നത് കാണാനായിട്ട് തന്നെ ഒരുപാട് പേരാണ് ഈ ഒരു ഫുഡ് സ്പോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറെ എവിടെയല്ല, നമ്മുടെ അസ്ലം ബട്ടർ ചിക്കൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹാജി മുഹമ്മദ് ഹുസൈൻ ഫ്രൈഡ് ചിക്കൻ ആണ്. ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു വെല്ലിപ്പാട്, ഈ ഒരു ഇരുത്തം, പുള്ളി ചിക്കൻ പൊരിക്കണ കാണാനും പുള്ളീനെ കാണാനും പുള്ളിയുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ ഒരു ഫുഡ് സ്പോട്ടിലേക്ക് വരുന്നത്. ഭയങ്കര സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണ്. ആള് സോഷ്യൽ മീഡിയയിൽ ഒരു തരി ഡയലോഗ് പോലും പറയാണ്ടാണ് ഇത്ര ഫേമസ് ആയിട്ടുള്ളത് തന്നെ. നോർത്തിലൊരു കാര്യം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നോർത്തിലെ സോഷ്യൽ മീഡിയയിൽ അവിടുത്തെ KFCനേക്കാൾ ഭയങ്കര ഫാൻ ബേസ് ഈ ഒരു ഫുഡ് സ്പോട്ടിനാണ് അത്ര. അസ്ലം ബട്ടർ ചിക്കൻ പോലെ തന്നെ ഇവിടെ 3-4 ഫ്ലോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അസ്ലം ബട്ടർ ചിക്കൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര ഷോക്കാണ് ഇവര്. അസ്ലം ബട്ടർ ചിക്കൻ്റെ ഫ്ലോറെങ്കിലും കുറച്ച് വൃത്തി ഉണ്ടെന്ന് പറയാം. ഇവിടെ അങ്ങനെയല്ല, എല്ലായിടത്തും ഭയങ്കര വൃത്തികേടാണ്. പ്രത്യേകിച്ച് കയറി വരുമ്പോൾ തന്നെ പുള്ളി ഇങ്ങനെ ചിക്കൻ പോരിക്കണ കാണുമ്പോൾ തന്നെ തലക്കാത്തിരിക്കുന്ന ആൾതാമസമുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഇവിടുത്തെ ഫുഡ് കഴിക്കില്ല. കാരണം അങ്ങനെയാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഭയങ്കര ഷോക്കാണ്. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഞാനും ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഇത്ര ദൂരം ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഫുഡ് സ്പോട്ട്, ഒരുപാട് കാലമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫുഡ് സ്പോട്ട് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അവസാനം നമുക്കൊരു സീറ്റ് കിട്ടി. വൃത്തി പ്രതീക്ഷയൊന്നും ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരരുതിട്ട്. അവിടുത്തെ സീറ്റ് കണ്ടാൽ ഇവിടെ നമ്മൾ പാർസൽ മേടിച്ച് പോകാൻ തോന്നും. അത് വേറെ കേസ്. ഇവിടെ വരുമ്പോൾ തന്നെ അത് കുക്ക് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മേടിക്കില്ല. ഇനി ഇവിടെ വന്നാലൊക്കെ അല്ല ഇത് കഴിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഹാജി മുഹമ്മദ് ഹുസൈനിലെ ചിക്കൻ കഴിക്കാണ്ട് ഡൽഹിയിൽ നിന്ന് പോകണം മോശമാണല്ലോ. എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ചിക്കൻ എങ്ങനെയാണെന്നും. അട്ടർ ഫെയിലിയർ ആണെന്നാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല, കഴിച്ചു നോക്കാണ്ട് നമ്മളത് ഫ്ലോപ്പാന്ന് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ഹാഫ് ലെഗ് പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് നോക്കി നോക്കാം. നല്ല എരിവാണ്.
ഒരു രക്ഷയില്ലാത്ത പരിപാടി. ഇവർ ഇതിന് മാത്രം എന്താണ് ഇതിൽ ആഡ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നത്. ചുണ്ടൊക്കെയാണ്, ചുണ്ട് ഫുള്ള് ഡ്രൈ ആയിട്ട് പൊട്ടിയിട്ടിരിക്കുകയായിരുന്നു. നല്ല എരിവാണ്, ഒന്നും പറയാനില്ല. ജമാ മസ്ജിദ് റോഡിൽ വന്നാൽ വേണമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക. അത്ര ഞാൻ പറയണ പോലെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുഴപ്പമില്ല, ഇതൊക്കെ നമുക്കറിയാവുന്ന ഒരു ടേസ്റ്റാണ്, വലിയൊരു സംഭവമല്ല ഇത്. അയ്യോ, എരിവ് ഇത്തിരി കൂടുതലാണ്, അത് മാത്രം എനിക്ക് പറയാനുള്ളൂ. എരിവ് പറ്റാത്തവർ ഒരിക്കലും ഈ റെസ്റ്റോറൻറ്റിൽ വരരുത്. എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ അവിടുത്തെ വെള്ളിപ്പാട് ഒരു ഫോട്ടോ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ എനിക്കുണ്ടായ അതേ അനുഭവം തന്നെ ഒരുപാട് പേര് ഇൻസ്റ്റയിൽ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയറിന് നൈസായിട്ട് പണി കിട്ടി. എന്താണെന്ന് അറിയില്ല, ഒരുപാട് പേർക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് നമ്മളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ച് വന്നപ്പോഴും പുള്ളി ഇങ്ങനെ തന്നെ ഇരുന്ന് പണിയെടുക്കാൻ കേട്ടോ. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഫുഡ് ഒന്നിനും കൊള്ളിയെങ്കിൽ ഹാർഡ് വർക്കിംഗ് യാതൊരു കുറവുമില്ല. കുറച്ച് നല്ല ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് അസ്ലമിലായാലും ഹാജി മുഹമ്മദിലായാലും ഹാജി മുഹമ്മദ് ഹുസൈനിലായാലും നല്ല ശോകം ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. നമുക്ക് നവാബിലത്തെ മുഹമ്മദ് ഖാ സർവത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്നലെ ഒരുപാട് പ്രാവശ്യം ഞാൻ കുടിച്ചാണ്. ഒന്നുകൂടി അതൊന്നും കുടിച്ച് വയറും മനസ്സും നമുക്ക് നിറയ്ക്കാം. ഇവിടെ നിന്ന് നമ്മൾ എപ്പോൾ മുഹമ്മദ് ഖാ സർവത്ത് കുടിച്ചു കഴിഞ്ഞാലും ഒരു മിനിമം ഗ്യാരണ്ടി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഞാൻ എപ്പോൾ കുടിക്കുമ്പോഴും എനിക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെയും അങ്ങോട്ട് തന്നെ പോയത്. ഇവിടുത്തെ മുഹമ്മദ് ഖാ സർവത്ത് നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യുക. ഞാൻ ഇവിടുന്ന് എത്ര പ്രാവശ്യം ഇവിടുത്തെ മുഹമ്മദ് ഖാ സർവത്ത് കുടിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം അത്ര കിടിലൻ ടേസ്റ്റ് ആണ്, ഗംഭീര സംഭവമാണ്. എനിക്ക് ഒരുപാട് പ്രാവശ്യം ഒത്തിരി ഇഷ്ടമായ ഫുഡ് സ്പോട്ടാണ്. അവിടുത്തെ സർവീസ് ആയാലും അടിപൊളിയാണ്, ഭയങ്കര ആക്റ്റീവ് ആണ് അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ. പക്ഷെ മുഹമ്മദ് ഖാ സർവത്ത് കുടിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടത്. നമ്മൾ ആ മുഹമ്മദ് ഖാ സർവത്ത് കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആ ഒരു ഐസൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച. അത് ആര് പോയാലും കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ആ ഐസ് നിങ്ങൾ എങ്ങനെയാണ് ഈ ഫുഡ് സ്പോട്ടിലേക്ക് വരുന്നത് നിങ്ങൾ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇവിടുത്തെ മുഹമ്മദ് ഖാ സർവത്ത് കുടിക്കില്ല. വേറെ ഒന്നല്ല, അടി കൂടെ ഞെരക്കിയിട്ടാണ് ഈ വൃത്തികെട്ട മനുഷ്യൻ നമ്മൾ കുടിക്കുന്ന മുഹമ്മദ് ഖാ സർവത്തിലെ ഐസ് ആ ഒരു ഫുഡ് സ്പോട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എൻ്റെ മൈൻഡ് മൊത്തത്തിൽ അങ്ങോട്ട് റെഡായി പോയി. പിന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ജമാ മസ്ജിദ് സ്ട്രീറ്റിലെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് സ്പോട്ടിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. വൃത്തി പ്രതീക്ഷിച്ച് നിങ്ങൾ ഒരു സ്ട്രീറ്റിലേക്ക് വരേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ അവസാനമായിട്ട് പോയ ഫുഡ് സ്പോട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ജമാ മസ്ജിദ് സ്ട്രീറ്റിൽ ഇഷ്ടപ്പെട്ട ഫുഡ് സ്പോട്ടും ഇത് തന്നെയാണ്. വേറെ ഒന്നല്ല, കരീംസ് ആണ്. ഭയങ്കര ഫേമസ് ആയ ഫുഡ് സ്പോട്ടാണ്. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സ്ട്രീറ്റിന്റെ എൻട്രൻസ് തന്നെയായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യണത്. ഇത് നിങ്ങൾക്ക് കാണാൻ ചെറുതായിട്ട് പണിയാണ്, വേറെ ഒന്നല്ല, കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടാണ് ഇത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇവരുടെ ബോർഡൊക്കെ ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ എൻട്രൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് തുടങ്ങുന്ന സ്ഥലത്ത് നിങ്ങൾ വന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഇവിടുത്തെ നിഹാരിയാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വന്ന ഫുഡ് സ്പോട്ടാണ് ജമാ മസ്ജിദിൽ നമ്മൾ രണ്ടാമത്തെ ദിവസം വന്നതിൽ ഏറ്റവും കൂടുതൽ വർത്തായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി എല്ലാ ഫുഡ് സ്പോട്ടും ഷോക്കാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാ. യെസ്, സൈക്കിൾ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? വെറും 20 രൂപ കാണാ നമുക്ക്. ഹായ്, താങ്ക് യു. കൊടുത്തോ, കുറച്ച് കൂടുതൽ കൊടുത്തോ. സൂപ്പർ. ഈ പ്രായത്തിൽ പുള്ളിയുടെ ഈ ഹാർഡ് വർക്ക് നെക്സ്റ്റ് ലെവലാണ്ടാ. ഹാപ്പി ഹാപ്പി അല്ലേ ആള്? ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ വന്നത് ജമാ മസ്ജിദിന് തിരിച്ച് റോട്ടിലേക്ക് ഈ റിക്ഷയിലാട്ടാ. ഇന്നലെ നമ്മൾ പോയത് ഇങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഇന്നലത്തെ ഇലക്ട്രിക് ആയിരുന്നു. പക്ഷെ ഇന്ന് മാനുവലാണ്. അതും പ്രായമാണ് എടുത്തു പറയണ്ടല്ലോ. പ്രായല്ലേ, നമ്മളൊക്കെ വലിയപ്പാട് പ്രായം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇനി തിരിച്ച് ബുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഡൽഹി ഫുഡ് ട്രിപ്പിലെ ഡേ 2 വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മൾ ഡൽഹിയിൽ വന്നതിൽ വെച്ച് ഏറ്റവും ശോകം ദിവസം തോന്നുന്നു. നമ്മൾ പോയ എല്ലാ ഫുഡ് സ്പോട്ടും, ലാസ്റ്റ് ഫുഡ് സ്പോട്ട് ഒഴികെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നവാബ് ഖുറൈശിയിൽ നമ്മൾ അവസാനം കണ്ട കാഴ്ച പോലും ഭയങ്കര ബാഡാക്കി. എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ ആ ഒരു ടൈമിന് പ്രശ്നമായിരിക്കും. അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. അവിടെയുള്ള സ്ഥിരമായിട്ട് നടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുപോയതിലൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. പക്ഷെ പേടിക്കേണ്ട, ഡൽഹിയിൽ വന്നതിൽ വെച്ച് ഏറ്റവും കിടിലൻ വീഡിയോ ആണ് നാളെ ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഡൽഹിയിൽ വന്നതിൽ എനിക്ക് ഏറ്റവും വർത്തായി തോന്നിയ ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ്. നിങ്ങൾ ഡൽഹിയിൽ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഫുഡ് സ്ട്രീറ്റ് ആണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.